പറയാൻ പറ്റില്ല, നമുക്ക് വോയിസ് ഓവർ കൊടുത്താൽ പറയാം. പിന്നെ അത് നമ്മളൊരു അച്ചടിച്ച ഭാഷയിൽ ബൈഹാൻഡ് പഠിച്ച് പറയാൻ. അതായത് ഞങ്ങളിപ്പോൾ പോകുന്നത് മുംബൈയിലേക്കാണ്. ബാക്കി എന്തേക്കാണ് തല എങ്ങനെയുണ്ട് ഗൈസ്? നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നു. നമ്മളിങ്ങനെ എൻജോയ്മെന്റ് അത് നിയാസല്ലേ കൊണ്ടുപോവാ എടുത്ത് വേടാ ചായ. ഇതാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ. മുംബൈയിലേക്കുള്ള ട്രെയിനിലേക്ക് പോവുകയാണ്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കേരളത്തിൽ നിന്നും മാതേരാനും മുംബൈയും 4-5 ദിവസം കൊണ്ട് നമ്മൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ എനിക്ക്. അതിൻ്റെ ഓരോരുത്തരുടെ പലതരത്തിലുള്ള ഇൻട്രോ ആണ് നിങ്ങൾ തൊട്ട് മുന്നേ കേട്ടത്. നമ്മളിപ്പോൾ മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കുന്ന മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ താനെയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടെയുള്ളവരൊന്ന് പരിചയപ്പെടാം. വയസ്സ് 27, കല്യാണം കഴിച്ചതാണ്. ഭാര്യയുടെ പേര് ഹുദാ. ഭാര്യ അത് ദൂരെയാണ്, അയർലൻഡിലാണ്. പേര് വാസിമ, വയസ്സ് പറയില്ല. ഇതാണ് എന്റെ ഭർത്താവ്. ബാക്കി ഭർത്താവ് പേര് നിയാസ്. ഇതെന്റെ വൈഫാണ്. അത് ഗായ്സ് ആയ ഗൈസ്. ഹായ് അമൽദേവ്. അമൽദേവ് വിഷ്ണു. ഇതെന്റെ സ്വന്തം ഭാര്യ കൃത്യ, വയസ്സ് 25. ഇത് ഞാള് രണ്ടാളും. ഇതെന്റെ ഹസ്ബൻഡ് ആദിശ്രീയം. നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു, മിഴിയിൽ നീയകലെ എൻ കണ്ണിൽ കണിയായി അത്യാവശ്യം ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് അതൊക്കെ കഴിച്ചു. അങ്ങനെ രാവിലെ 4:30 ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ താനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മാതേരാനായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നെരാൽ എന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് സബർബൻ ടിക്കറ്റ് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. मध्य रेल मुंबई मंडल की इस उपनगरीय सेवा में आपका स्वागत है. അങ്ങനെ നമ്മൾ രാവിലെ 6:30 നെരാൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് എത്തിയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് മാതേരാനിലേക്ക് പോവാം. ഇവിടുന്ന് നമുക്ക് 2 ഓപ്ഷനാണ് മാതേരാനിലേക്ക് പോകാനുള്ളത്. ഒന്ന് നമുക്ക് ഷെയർ ടാക്സി അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഇവിടുന്ന് ടോയ് ട്രെയിനും ഉണ്ട്. ഈ മൺസൂൺ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോയ് ട്രെയിൻ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഷെയർ ടാക്സിയാണ് ചൂസ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ഡിസ്ട്രിക്റ്റിലാണ് മാതേരാൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാതേരാൻ്റെ എൻട്രി ഗേറ്റായ അമാൻ ലോഡ്ജ് എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ മാതേരാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഏഷ്യയിൽ തന്നെ വാഹന ഗതാഗതം നിരോധിക്കപ്പെട്ട ഒരേയൊരു ഹിൽ സ്റ്റേഷനാണ് മാതേരാൻ. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് മുന്നോട്ടേക്ക് നടക്കാൻ പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് വാഹനങ്ങൾ ഒന്നും അവൈലബിൾ അല്ല. നമുക്കിവിടുന്ന് മാതേരാനിലേക്ക് ടോയ് ട്രെയിൻ അവൈലബിൾ ആണ്. അമാൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കയറാം. റെഡിയല്ലേ? ഓടി ഓടി വാ.
ഇവിടുത്തെ ആളുകൾ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതേപോലെ കുതിരകളെയാണ്. ഈ കാഴ്ച നമ്മൾ ഒരുപാട് കാലം പുറകിലോട്ട് പോയൊരു തോന്നലുണ്ടാകുന്നുണ്ട്. ആ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അമാൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷനിലെത്തും. ഇവിടെ നമ്മൾ ടോയ് ട്രെയിനിലാണ് പോകുന്നത്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ലഗേജും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ട്രെയിന് പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ തിരിച്ചു വരുമ്പോൾ നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ സമയം ഇടവിട്ട് ട്രെയിൻ അവൈലബിൾ ആണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ മാതേറാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ റൂമായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും ഒന്നും പ്രീ ബുക്കൊന്നും ചെയ്തില്ല. നമുക്കിനിയിപ്പോൾ നല്ലൊരു റൂം നോക്കി ഇവിടുന്ന് എടുക്കണം, ഒന്ന് ഫ്രഷ് ആവണം. സമയം കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി വാക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. വ്യൂ പോയിൻ്റ് നമ്മളങ്ങനെ ആദ്യത്തെ വ്യൂ പോയിൻറ്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ലിറ്റിൽ ചൗക്ക് പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. മാതേറാനിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ലിറ്റിൽ ചൗക്ക് പോയിൻ്റ്. ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ നിന്നുള്ള മാതേറാൻ ചൗക്കിൻ്റെ കാഴ്ച അതിമനോഹരമായതിനാലാണ് ഇതിന് പേര് ലഭിച്ചതെന്നാണ് കേട്ടറിയാൻ പറ്റിയത്. മാതേറാനിൽ വരാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് മൺസൂൺ സമയമാണ്. അതായത് ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെയാണ്. നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായി പോയി. ഒരു നവംബറിലൊക്കെയാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യൂസൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഇവിടുന്ന് അടുത്ത പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മളിപ്പോൾ പോയ വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ചെറിയൊരു കടയാണിത്. ഇവിടെ നമുക്ക് നാരങ്ങ വെള്ളവും അത്യാവശ്യം കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ലെങ്കിലും ഈ മൺസൂണിൽ മാത്രമൊന്നുമല്ല, കാട്ടിൻ്റെതായ ഭംഗിയുണ്ട് അല്ലേ? ഇപ്പം നവംബറിലായാലും ഡിസംബറിലായാലും ജനുവരിയിലായാലും കുറച്ചൊരു സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ട് അല്ലേ? നമ്മൾ എന്തായാലും വന്നു പോയില്ലേ, എല്ലാത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവുകയാണ്. ഈ 1 ട്രീ പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെയും അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോയത് 3 in 1 പോയിൻ്റ് എന്നൊരു പോയിന്റിലേക്കാണ്. ഇതൊരു കിടിലൻ സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മൾ കുറേ അധികം സമയം ചിലവഴിച്ചു. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഇവിടെയാണ് ഈ റിവേഴ്സ് വാട്ടർഫാൾസ് നോക്കി നടന്ന് അവസാനം കുറച്ചൊരു വെള്ളച്ചാട്ടം കണ്ടത് ഇവിടെയാണ്. സുഹൃത്തുക്കളെ, ഇതാണോ ഭൂമിയിലെ സ്വർഗം? നമ്മൾ അല്പസമയത്തിന് ശേഷം ഇവിടുന്ന് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മളിത് ചാർലോട്ട് ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അടുത്തത് നമ്മൾ പോകുന്നത് സൺസെറ്റ് പോയിന്റിലേക്കാണ്. പോകുന്ന വഴിക്ക് 1-2 കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഇത് അങ്ങനെ കണ്ടൊരു കാഴ്ചയാണിത്. ഇത് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് മൺസൂൺ സമയത്ത് ഇവിടെ വരാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം നന്നായിട്ട് വരുന്നത്. ഇവിടെയൊക്കെ മൺസൂൺ സമയത്ത് വന്നാൽ കിടിലായിരിക്കും. നമ്മളെന്തായാലും ഇനി ഒരു വരുത്തുകൂടെ മൺസൂൺ സമയത്ത് വരണം എന്ന് ഉദ്ദേശിക്കും. ഒന്നും മടത്തിൽ ലക്ഷ്മിക്കുട്ടി.
ഓടി 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 സൺസെറ്റ് പോയിന്റിലേക്ക് എത്തുകയാണ്. അങ്ങനെ സൺസെറ്റൊക്കെ ആസ്വദിച്ച് മുഴുകിയിരിക്കുമ്പോൾ കുരങ്ങൻ തന്നെ തിരിച്ച് പറഞ്ഞു തുടങ്ങി, അതും മതി മക്കളെ വിട്ടോളൂ, അധികം ഇരുടായാൽ പണി പാടും എന്നുള്ളത്. അങ്ങനെ അപ്പോൾ അവസാനം സംഗതി നമ്മൾ പറഞ്ഞിടത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഇരുടായുണ്ട്. ഈ കാട്ടിലൂടെ നമ്മൾ തിരിച്ച് മാതേറാൻ റൂമിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മാതേറാനിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ചെറിയൊരു ചായയും കുടിച്ച് ഞങ്ങളിതാ വീണ്ടും റൂമിലേക്ക് തന്നെ നടന്നു തുടരുകയാണ്. വീണ്ടും പോകുന്ന വഴിക്കൊരു മാഗി കടയിൽ കയറി ഒരു മാഗിയൊക്കെ അടിച്ച് അങ്ങനെ മാഗിയൊക്കെ തിന്ന് നിൽക്കുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇത് കണ്ടാൽ തന്നെ ഇവിടുത്തെ ആളുകളുടെ ഒരു യൂണിറ്റി നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇവിടെ തന്നെ ഇവർ വാഹനങ്ങളൊന്നും എത്താത്തതുകൊണ്ട് തന്നെ ഒരു ജനറേറ്റർ ഇവർ തള്ളിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പിലായി. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം. ഇവിടെ 2 റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. ഇവിടെ നമുക്ക് 1800 രൂപയാണ് റൂമിന് റെൻ്റായത്. ഇവിടുത്തെ ഒരു പരിമിതമായ സാഹചര്യം വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ ഇന്നത്തെ നടത്തം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഒരു ഹാൻഡ് മെയ്ഡ് ചപ്പലുണ്ടാക്കുന്ന ഷോപ്പാണ്. അവിടെ ഒരു ചേട്ടൻ ചപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നടത്തം തുടർന്ന് ഞങ്ങളിത് വീണ്ടും മാപ്പ് നോക്കി അടുത്ത് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചു. പിന്നെ നമുക്കിവിടെ കാണാനുള്ളത് പെപ്പ് ഫോർട്ടും ആ പോകുന്ന വഴിക്കൊരു ഗണപതി ടെമ്പിളുമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോൾ നടക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളിതാ തിരിച്ചിറങ്ങുകയാണ്. നമുക്കിത് ഇനി അമാൻ ലോഡ്ജും കഴിഞ്ഞാണ് ഇനി പോകാനുള്ളത്. നമുക്ക് താഴേക്ക് ഇറങ്ങി പോകണം. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇവിടെ 2-3 സ്ത്രീകളും മണ്ണിരേനെ കളക്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ചോദിച്ചപ്പോൾ അവർ കഴിക്കാനാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലെ ഷെഫായ ബാച്ചി അതിൻ്റെ ചേരുവകളൊക്കെ ചോദിച്ചറിയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും നടത്തം തന്നെ നടത്തം. നടന്ന് എവിടെ എത്തുന്നത് കാണാൻ എന്തായാലും നല്ല ഭംഗിയാണ്. ഇപ്പം ഇത്രയും വ്യൂ കിട്ടുന്നത് നമുക്ക് കോടയോ മഴയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. മഴയില്ലാത്തത് അങ്ങനെയും നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാ ആ ദൂരെ കാണുന്നതാണ് നമ്മളാ പറഞ്ഞ ഗണപതിയുടെ ക്ഷേത്രം. നമുക്ക് ഇതിലേ പോയിട്ട് അവിടെ ഇറങ്ങാനാവുന്നതാണ്. നമ്മളിതാ അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനായ പെപ്പ് ഫോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടത്തേക്കുള്ള എനിക്ക് തോന്നുന്നു മാതേറാനിൽ തന്നെ ഏറ്റവും അഡ്വഞ്ചറായിട്ടുള്ളൊരു ട്രക്കിംഗ് പെപ്പ് ഫോർട്ടിലേക്കുള്ളതായിരിക്കും. കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ.
അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കോട്ടേൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് നെരാലിലേക്ക് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം തിരിച്ചിറങ്ങാൻ തുടങ്ങി. നമ്മളിവിടുന്ന് താഴേക്ക് ഇറങ്ങി. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് ഒരു ഷെയർ ടാക്സി കിട്ടി. അവിടുന്ന് നെരാലിലേക്ക് വിട്ടു. നെരാലിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം ഒന്ന് ടെസ്റ്റ് അടിച്ചതിന് ശേഷമേ ബാക്കി ഓർഡർ കൊടുക്കാറുള്ളൂ. അതാണ് ഈ പരാക്രമം കാണുന്നത്. അതാവുമ്പോൾ നമുക്ക് വലിയ പണി കിട്ടില്ല. നെരാലിൽ നിന്ന് നേരെ വണ്ടി കയറിയത് മുംബൈയിലേക്കാണ്. നമ്മളിപ്പോൾ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. स्टेशन मुंबई छत्रपति शिवाजी महाराज टर्मिनस कृपया गाड़ी റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് കാണുന്നത്. ഞങ്ങളിവിടെ ഡോർമെറ്ററി സ്റ്റേ ആണ് ബുക്ക് ചെയ്തത്. മുംബൈയിലെ അടുത്ത കാഴ്ചകൾ കാണാനായി പാർട്ട് 2 കാണേണ്ടതാണ്.